നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? യേശുവിൽ വസിക്കുന്നതിനെ കുറിച്ചാണല്ലേ. 2 ക്ലാസ്സുകൾ നമ്മൾ ഇതിനകം തന്നെ പഠിച്ചു. മുന്തിരിവള്ളിയും കൊമ്പിനോടും ചേർന്നുള്ള അനുഭവത്തിൽ പഠിച്ചു. പിന്നെ നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് ഇടയായി കഴിഞ്ഞ സൂമിൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നവരായി തീരാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഹല്ലേലൂയ. എന്താണ്? എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നത്? ഹൗ ടു റിഫ്ലക്റ്റ് ഗോഡ്സ് നേച്ചർ. ഇങ്ങനെ നമുക്ക് ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കഴിയും. അതിനെ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പ്രതിഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിയാം. നമ്മൾ കണ്ണാടിയിൽ പോയി നോക്കിയാൽ നമ്മുടെ പ്രതിബിംബം അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളല്ല അതെങ്കിലും നമ്മളെപ്പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഈ മിറർ എടുത്തിട്ട് ഈ സൂര്യന് നേരെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ തട്ടി പ്രകാശരശ്മികൾ പ്രതിഫലിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ? അപ്പോൾ അതുപോലെ ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ എങ്ങനെ നമുക്ക് പ്രതിഫലിപ്പിക്കുന്നവരായി തീരാം? ഹല്ലേലൂയ. അങ്ങനെ അതിനെപ്പറ്റി ഒരു ചെറിയ കാര്യമാണ് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൽ വസിക്കുന്ന അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ പ്രതിഫലിക്കണമെങ്കിൽ ഒന്നാമത് നമുക്ക് വേണ്ടത് ദൈവവുമായിട്ടുള്ള വാസം കറക്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്കത് പറയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓർമ്മയുണ്ടാകും, ഞാൻ പിക്ചറിൻ്റെ കാര്യത്തിലെല്ലാം പറഞ്ഞു തന്നു. രണ്ടാമത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അഭിഷേകത്തെ നമ്മൾ തിരിച്ചറിയണം. ഈ 2 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു. ഇന്ന് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ്. ഒരു ടൈറ്റിൽ നമ്മൾ കൊടുത്തതേ ഉള്ളൂ. വീണ്ടും അതിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമുക്ക് ഇന്നൊരു വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാം. 2 പത്രോസ് 1, 3, 4 വാക്യങ്ങൾ. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 3, 4 വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരും. മതി സിസ്റ്റർ, മതി. താങ്ക് യു സിസ്റ്റർ, മതി. അതാണ് നമ്മുടെ വാക്യം. അപ്പോൾ അവിടെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഒന്ന് മനസ്സിലാക്കാൻ പാടാ എന്താണെന്ന്. കാരണം ലോങ് ആയിട്ടുള്ള വാക്യങ്ങളാണത്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ഞാൻ ബൈബിൾ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ 2-3 ട്രാൻസ്ലേഷൻസ് എല്ലാം പോയി വായിക്കും. കാരണം അത് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ എനിക്കറിയില്ല എത്ര പേരുണ്ട് ഈ ബൈബിൾ വായിച്ചിട്ടും വേറെ ട്രാൻസ്ലേഷനൊക്കെ നോക്കി വായിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. അത് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ്. വായിച്ചത് എന്നെ ഞാൻ വേറൊരു ട്രാൻസ്ലേഷനിൽ വായിക്കും. അത് മനസ്സിലായില്ലെങ്കിൽ വേറൊരിടത്ത് പോയി വായിക്കും. അങ്ങനെ വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ചില ആൾക്കാരൊക്കെ ഈ സിനിമ കാണുന്നവരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു പ്രാവശ്യം കണ്ടത് തന്നെ അവർ വീണ്ടും കാണുന്നത് കാണാം. അപ്പോൾ ഞാൻ അവരോട് പലരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇതൊക്കെ കണ്ട സിനിമ തന്നെ അല്ലയോ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും കാണുന്നു? അതിലൊരു രസമുണ്ട്, കോമഡി ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ടാണ് വീണ്ടും കാണുന്നതെന്ന് അവർ പറയാറുണ്ട്. ഹല്ലേലൂയ. അപ്പം അതുപോലെ ദൈവവചനത്തിൽ നമുക്കൊരു താല്പര്യം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പല ട്രാൻസ്ലേഷൻ എല്ലാം പോയി കണ്ടുപിടിച്ച് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾ ചോദിക്കും, സിസ്റ്ററെ ആ വചനം തന്നെയല്ലേ എല്ലാത്തിലും എഴുതിയിരിക്കുന്നത്? അതെ, ആണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ വചനത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ എത്ര പ്രാവശ്യം വായിച്ചാലും നമുക്കൊരിക്കലും മടുപ്പുണ്ടാകത്തില്ല. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും റെവലേഷൻസ്, പുതിയ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നൽകിത്തരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കതിലേക്ക് വരാം. അതിൽ ഞാൻ ആ വചനം POC ബൈബിളിൽ നിന്ന് ഒന്ന് വായിച്ചു തരാം കേട്ടോ. അതിൽ കുറച്ചുകൂടി വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ദുരാശ മൂലം
ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവീക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഇതേ സംഭവം തന്നെയാണ്, പക്ഷെ കുറച്ച് നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി കേട്ടോ. ഇനി നിങ്ങൾക്കിപ്പോൾ ഒന്നും മനസ്സിലായി കാണില്ല, മനസ്സിലായവർക്കായി സ്തോത്രം. അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള, അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മളെ വിളിച്ചിരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും ഇതിലായിരിക്കുന്ന എല്ലാവരും തന്നെ വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ, മറ്റേ ബൈബിളിൽ, നമ്മളെ ബൈബിളിൽ വായിച്ചാൽ പരിജ്ഞാനത്താൽ എന്ന് കാണാം. പരിജ്ഞാനം നോളജാണ്, അറിവ് കേട്ടോ. പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവിടുത്തെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം നമുക്ക് സർവശക്തനായ ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു. പക്ഷേ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളത് അറിയണം. അതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനത്താൽ അല്ലെങ്കിൽ പൂർണ്ണമായ അറിവിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നതിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ഈ ജീവിതവും ഭക്തി എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടല്ലോ ഈ ലോകത്തിലുള്ള ജീവിതത്തെ പറ്റിയാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇത് ദൈവീകമായ ജീവനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവീകമായ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ ദൈവം വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ വിത്ത് കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവരും വിത്ത് മുളപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പയർ വിത്ത് ഞാൻ മുളപ്പിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഈ പയർ വിത്ത് എങ്ങനെയാണ് മുളയ്ക്കുന്നതെന്ന് നോക്കി പ്രോജക്റ്റ് പോലെയൊക്കെ നമ്മളത് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം പയർ വിത്തിന് എന്താണ് സംഭവിക്കുന്നത്? വേര് താഴോട്ട് വരുന്നു. രണ്ടാമത്തെ ദിവസം എന്താണ് സംഭവിക്കുന്നത്? ചെറിയൊരു മുള മുകളിലോട്ട് വരുന്നു. മൂന്നാമത്തെ ദിവസം എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ നമ്മൾ എഴുതുമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു വിത്തിന് വളരാൻ ആവശ്യമുള്ളത്, മുളയ്ക്കാൻ ആവശ്യമുള്ളതെല്ലാം തന്നെ, അതെന്തായി തീരണമോ അതിനുള്ളതെല്ലാം തന്നെ ആ ഒരൊറ്റ സീഡിനകത്താണുള്ളത്. ഹല്ലേലൂയ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഏത് വിത്തോ ആയിക്കോട്ടെ, മാവിൻ്റെ വിത്തോ തേങ്ങായോ, നിങ്ങൾക്കറിയാം തേങ്ങയൊക്കെ നമ്മുടെ വീടിൻ്റെ പറമ്പൊക്കെ ഉള്ളവർക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ വെറുതെ കൂട്ടിയിട്ടിരുന്നാൽ മഴ പെയ്യുന്ന സമയത്ത് ഇത് കിളിർത്ത് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അതിനകത്തുള്ള ഈ പൊങ്ങെന്നൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. അതിനെയൊക്കെ എടുത്ത് കഴിക്കാനായിട്ടൊക്കെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. അപ്പോൾ അതിനൊരു സാഹചര്യം കിട്ടുമ്പോൾ ഇതിന് വളരാനുള്ളത്, അതിന് ജീവിക്കാനുള്ളത് എല്ലാം ജീവൻ അതിനകത്ത് ദൈവം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്, നിക്ഷേപിച്ചിരിക്കുകയാണ്. അത് വളർന്നാൽ മാത്രം മതി അതിന് അനുയോജ്യമായ ഒരു സാഹചര്യം എത്തുമ്പോൾ. ഹല്ലേലൂയ. അപ്പം അതുപോലെ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത്. ഇത്ര പേർക്ക് മനസ്സിലായെന്നറിയില്ല. അതിന് ഒന്നാമതായി വേണ്ടത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ദൈവത്തിൽ ചേർന്ന് വസിക്കുന്നവരായി നമ്മൾ തീരണം. ഇടയ്ക്കിടയ്ക്ക് പോവല്ലേ, ഇടയ്ക്കിടയ്ക്ക് മുന്തിരി വള്ളിയിൽ നിന്ന് പോവല്ലേ, മുന്തിരി വള്ളിയിൽ നിന്ന് നിങ്ങൾ ഇളകിപ്പോവരുത്. ബ്രാഞ്ച് എപ്പോഴും ചേർന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മളത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: എവറിത്തിങ് വി നീഡ് ടു റിഫ്ലക്റ്റ് ഗോഡ്സ് ട്രൂ നേച്ചർ ഹാസ് ഓൾറെഡി ബീൻ ഗിവൺ ടു അസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടതെല്ലാം, ട്രൂ നേച്ചർ ശരിക്കുമുള്ള ആ സ്വഭാവത്തെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടുന്നതെല്ലാം തന്നെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഗോഡ്ലി ലൈഫ്, ദൈവീകമായ ഒരു ജീവനിലെ ജീവിതം ജീവിക്കാൻ വേണ്ടതെല്ലാം തന്നെ നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ
ദൈവം തന്നിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ഉള്ളിലെ ദൈവം അങ്ങനെ തന്നിട്ടുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പക്ഷേ നമുക്ക് എന്തുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, നമുക്ക് ആ അറിവ് പൂർണ്ണമാകത്തുകൊണ്ടാണ്. ആ അറിവിലൂടെ നമുക്കത് ലഭിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? നമുക്ക് പലർക്കും ആ ഒരു അറിവ് പൂർണ്ണമല്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുന്ന സമയങ്ങളിൽ ആ ഒരു അറിവാണ് ദൈവം നമ്മളിലേക്ക് പകർന്നു നൽകുന്നത്. ദൈവത്തിൻ്റെ ആ ട്രൂ നേച്ചർ, ആ സ്വഭാവം നമ്മളിലേക്ക് ഓരോ നിമിഷവും ഒഴുകി നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും അധ്വാനിക്കേണ്ട, നമ്മൾ ദൈവത്തോടു കൂടെ ചേർന്നിരുന്നാൽ മാത്രം മതി. അപ്പോൾ വീണ്ടും നമുക്ക് ആ ഒരു വാക്യത്തിലേക്ക് വരാം. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവീക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന്. ഹല്ലേലൂയ. അത് അവിടെ നമ്മൾ നിർത്തണം, എന്നാലേ അത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു അറിവ് നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ലോകത്തോടുള്ള ബന്ധം നമുക്ക് വിച്ഛേദിക്കപ്പെടും. നിങ്ങൾക്കെല്ലാം പലർക്കും ജീവിതം കൊണ്ട് അത് അറിയാമായിരിക്കും. ഒരു കാലത്തെല്ലാം ലോകമാണ് വലുത്, അല്ലെങ്കിൽ ലോകത്തിലുള്ളതാണ് വലുതെന്ന് ചിന്തിച്ച വ്യക്തികളാണ് നിങ്ങളിൽ പലരും ഇതിലായിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഏതോ സീസണിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതല്ല വലുത്, ഇതാണ് വലുതെന്ന്. ദൈവവുമായിട്ടുള്ള ബന്ധമാണ് വലുതെന്ന് മനസ്സിലാക്കിയ ഒരു സീസൺ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ശരിയല്ലേ? എപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചത്? നിങ്ങൾ യേശുവിനെ അറിയാൻ തുടങ്ങിയപ്പോഴല്ലേ? ആ ദൈവികമായ സ്വഭാവം നിങ്ങളിലേക്ക് വന്ന് നിറഞ്ഞു തുടങ്ങിയപ്പോഴല്ലേ? നമ്മളെല്ലാം മനോവികാരങ്ങൾക്ക് ഇഷ്ടമായതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം തന്നെ, അല്ലേ? അപ്പോൾ ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ദൈവവുമായിട്ടുള്ള ഈ ആഴത്തിലുള്ള ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകളാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ലഭിച്ചത് സ്വർഗീയമായ അറിവുകളാണ്. ഹല്ലേലൂയ. ഭൂമിയിലുള്ള അറിവുകളല്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു സ്വർഗീയ റിലേഷൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ലോകത്തിലുള്ള ഒത്തിരി അറിവുകൾ ഉള്ള ധാരാളം പേരുണ്ട്. ഹല്ലേലൂയ. ധാരാളം കാര്യങ്ങൾ അറിയാമെന്നുള്ളവരുണ്ട്. എന്ത് ചോദിച്ചാലും ഉത്തരം പറയാൻ കഴിയുന്നവരുണ്ട്. പക്ഷേ അവരിലൊന്നും ദൈവികമായ അറിവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലോകത്തിലെ ദുരാശകളെ വിട്ടുപിരിയാനായിട്ട് കഴിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ നാശത്തെ വിട്ടൊഴിയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സിസ്റ്ററെ, എങ്ങനെയാണ് ഈ ലോകമോഹം, കൺമോഹം, ജഡമോഹം ഒക്കെ എങ്ങനെ നമുക്ക് കളയാൻ പറ്റും? ക്രൂശിക്കണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ജഡത്തെ ക്രൂശിക്കണം പറയുന്നുണ്ടല്ലോ, ചിന്തകളെ പിടിച്ചടക്കണം. എങ്ങനെയാ അത് പറ്റുന്നില്ല. കുറേ ശ്രമിക്കുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് മോശമായിട്ട് പറയരുത്, മോശമായത് ചിന്തിക്കരുത്, മോശമായത് പ്രവർത്തിക്കരുത്, മോശമായെടുത്ത് നോക്കരുത്, ഇങ്ങനെ എല്ലാം പറഞ്ഞാലും വീണ്ടും വീണ്ടും പാപം ചെയ്തു പോകുന്നല്ലോ. ശരിക്കും എങ്ങനെ പറ്റും? അതിനുള്ള മറുപടിയാണ് ഈ വാക്യം. നമ്മുടെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആയി വന്നാൽ പുറത്തെ മനുഷ്യൻ തനിയെ ക്ഷയിച്ചോളും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? അപ്പോൾ തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ ശരിയായ അറിവിലൂടെ, അല്ലെങ്കിൽ ആ സ്വർഗീയമായ അറിവുകളിലൂടെ നമ്മൾ ആരാണ്, എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, എന്താണ് നമ്മുടെ രക്ഷയുടെ ഉദ്ദേശം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ലോകത്തെ വിടാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ വിടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരിക്കലും വിടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആ അറിവ് ലഭിക്കേണ്ടതുപോലെ ലഭിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി ലോകത്തെ ഒരിക്കലും വിടുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അവനോട് ഉപദേശിക്കാം, ആ വ്യക്തിയോട് ഉപദേശിക്കാം. അതിപ്പോൾ ആരോ ആയിക്കോട്ടെ, ആ വ്യക്തിയോട് എത്ര വേണോ നമുക്ക് കാര്യങ്ങൾ പറയാം. പക്ഷേ അവൻ ആത്മാവിൽ നിന്നുള്ള ഒരു അനുഭവമില്ല. അവൻ്റെ ആത്മ മനുഷ്യനെന്ന് പറയുന്നത് ഡെഡായിരിക്കുകയാണ്. അത് ദൈവവുമായിട്ട് കണക്റ്റ് ആയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ
ഒരിക്കലും ദൈവികമായ അറിവുകൾ എന്ത് ചെയ്യുന്നില്ല? മനുഷ്യരുടെ ഹൃദയത്തിനകത്തേക്ക് പകരപ്പെടുന്നില്ല. ഹല്ലേലൂയ. സ്വർഗീയമായ അറിവുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പകരപ്പെടുമ്പോഴാണ് ഈ ലോകം റിയൽ അല്ല എന്ന് അവന് മനസ്സിലാകുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഈ ലോകമാണ് സത്യം എന്ന്. എന്നാൽ ഞാൻ പറയുന്നു, ഈ ലോകമല്ല സത്യം. ആത്മലോകമാണ് സത്യമായിട്ടുള്ളത്. ഹല്ലേലൂയ. ഇത് ഒരു തൽക്കാലത്തേക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേൾഡാണ്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ വചനത്താൽ ക്രിയേറ്റ് ആയിരിക്കുന്നു. ഇത് അതുപോലെ തന്നെ നശിക്കുകയും ചെയ്യും. എന്നാൽ ആത്മലോകം അങ്ങനെയാണോ? ഒരിക്കലുമല്ല. മാറ്റം വരാത്തൊരു ലോകമാണത്. ഹല്ലേലൂയ. അത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാവുന്ന വ്യക്തികളോടെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇത് പറഞ്ഞു കൊടുക്കുന്നവരായി തീരണം. ശരിക്കും റിയലായിട്ടുള്ള ലോകം എന്ന് പറയുന്നത് ഇതല്ല. ഫിസിക്കൽ വേൾഡ് അല്ല, സ്പിരിച്വൽ വേൾഡാണ്. ഹല്ലേലൂയ. അപ്പോൾ അത് ഒരു വ്യക്തിക്ക് മനസ്സിലാവണമെങ്കിൽ അവൻ്റെ ആത്മാവ് ഉണർത്തപ്പെട്ടെങ്കിലേ മതിയാകത്തുള്ളൂ. പലരുടെ ആത്മാവ്, ഞാൻ ഒത്തിരി പേരോട് സംസാരിക്കുമ്പോൾ സഹോദരങ്ങളെ എനിക്ക് മനസ്സിലാവുന്നത്, അവരുടെ ആത്മാവെല്ലാം ഇന്നും ഡെഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അവർ യേശുവിനെ ആരാധിക്കുന്നവരൊക്കെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആത്മാവിന്നും ഒന്നും കേൾക്കുന്നില്ല, ദൈവശബ്ദം കേൾക്കുന്നില്ല, ആത്മാവ് ഉണർത്തപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തികൾക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടാകുന്നില്ല. അവർ പിന്നെയും ഈ ലോക കാര്യങ്ങളെ, ലോകത്തിലുള്ളതിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇടവരുന്നു. ഞാൻ ഒരിക്കൽ സ്നാനം കൊടുക്കാൻ കുറച്ച് പേർക്ക് വേണ്ടി സ്നാനം കൊടുക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ 2 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ് അവർക്ക് എടുത്തു കൊടുക്കുന്നത്. 2-3 ദിവസങ്ങളിൽ അങ്ങനെ എടുത്തു കൊടുക്കും. കാരണം എന്ന് ചോദിച്ചാൽ എന്താണ് സ്നാനമെന്ന് അവരെ പഠിപ്പിച്ചിട്ട് മാത്രമേ എടുപ്പിക്കാറുള്ളൂ. കാരണം പിന്നീട് അവർക്ക് അത് എടുത്ത ശേഷം പിന്നെ അവർ തെറ്റിപ്പോകരുതെന്ന് എനിക്കൊരാഗ്രഹം ഉള്ളതുകൊണ്ട് സ്നാനത്തെ പറ്റിയൊക്കെ പവർ പോയിന്റ് പ്രസൻറ്റേഷനിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടാണ് അവർക്ക് സ്നാനം കൊടുക്കാറുള്ളൂ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചവരാണെന്നും ഇനി നിങ്ങൾക്കൊരാഗ്രഹം ഇല്ലെന്നും അങ്ങനെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ സ്നാനപ്പെടാവുമെന്നും എല്ലാം നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. അന്നേരം ഇതെല്ലാം അവർ കേൾക്കും, പക്ഷേ പിന്നീട് അവർ ചിന്തിക്കും. ചില വ്യക്തികൾ കേട്ടോ, യേശുവിനോട് കൂടി മരിച്ചാൽ ഇനിയിപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആണെങ്കിൽ ഒരാളുടെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത്, സിസ്റ്ററെ കുറച്ചുകൂടെ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ സ്നാനപ്പെട്ടാൽ പോരെ? മനസ്സിലാവുന്നുണ്ടോ? കുറച്ചുകൂടി എൻ്റേതായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചിട്ട് സ്നാനപ്പെട്ടാൽ പോരെ? ഹല്ലേലൂയ. അപ്പോൾ പിന്നെ കുറച്ച് പാപങ്ങൾ കൂടെയൊക്കെ ചെയ്തിട്ട് വരാമല്ലോ. സ്നാനപ്പെട്ടാൽ പിന്നെ ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ ക്ലാസ് എടുത്താലും ഞാൻ പറഞ്ഞു വന്നത് ഈ ലോകത്തിൻ്റെ ആഗ്രഹം വിടാനായിട്ട് ആരും തയ്യാറാകില്ലെന്ന്. ഞാൻ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വ്യക്തിയോട് നീ ലോകത്തിൻ്റെ ആഗ്രഹം വിടൂ, ലോകത്തിൻ്റെ ആഗ്രഹം വിടൂ, കൺമോഹം, ജഡമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം, ഇതൊന്നും നിനക്ക് വേണ്ട, എല്ലാം വിടൂ എന്ന് ഞാൻ പറയുകയാണെന്ന് വെക്കുക. ക്ലാസ്സും എടുത്തു, പക്ഷേ ഇവരകത്ത് ഇത് പോവത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പോവത്തില്ല. കാരണം അവർക്ക് അറിയേണ്ടതുപോലെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ആഴമായ അറിവുകൾ ലഭിക്കുന്നില്ല. ഹല്ലേലൂയ. അത് ആബ്സെൻ്റാണ്. ആഴമായ വെളിപ്പാടുകൾ ലഭിക്കുന്നില്ല, ആഴമായ അറിവുകൾ ലഭിക്കുന്നില്ല. ദൈവവുമായി ചേർന്ന ബന്ധത്തിലേക്ക് വരുമ്പോൾ അവൻ ആത്മാവിൽ അവൻ ആരാന്ന് അവൻ ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും അനേകരിന്ന് ആഗ്രഹിക്കുന്നത് ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന്. അങ്ങനെ ഒരിക്കലും അല്ല കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ ഒരിക്കലും അല്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആരാണെന്ന് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഈ നാളുകൾ ശ്രമിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള അറിവ് നമ്മുടെ ആത്മാവിലുണ്ടാവണം. ഹല്ലേലൂയ. ഒത്തിരി അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിലേറ്റവും പ്രധാനമായി നമുക്ക് വേണ്ട അറിവ് ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള അറിവാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ പോലെയൊക്കെ ആയിരിക്കും സ്വഭാവങ്ങളും പ്രവൃത്തികളും ഒക്കെ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ നമ്മൾ പിന്നെ ദൈവീകമായ സ്വഭാവങ്ങളായിരിക്കണം പ്രദർശിപ്പിക്കേണ്ടത്. പക്ഷേ പലരുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ സഹോദരങ്ങളെ അങ്ങനെ ഒരു ജീവിതം നമുക്ക് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ലെന്ന്? ഒരുവൻ അപ്പൻ്റെയും അമ്മയുടെയും സ്വഭാവമാണ് അവൻ്റെ ജീവിതത്തിൽ ജഡത്തിൽ ജനിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്വഭാവമൊക്കെ നോക്കിയാൽ ഞാൻ ഏതാണ്ട് കുഞ്ഞുനാളിലെ കാണിച്ച പ്രകൃതങ്ങളായിരിക്കും അവർക്കും ഉണ്ടാകുക.
ഹല്ലേലൂയ. എന്നാൽ നമ്മൾ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളായി ദൈവത്തിൻ്റെ മകനായി ദൈവത്തിൻ്റെ മകളായി മാറ്റപ്പെടുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ദൈവികമായ DNA അല്ലേ നമ്മിൽ ഉണ്ടാകും? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ DNA ആണ് ഉണ്ടാവുക. ഹല്ലേലൂയ. മാതാവിൻ്റെ പിതാവിൻ്റെതുമായിട്ട് കൂടിച്ചേർന്ന DNA. അപ്പോൾ അങ്ങനാണെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ ജനിച്ചാൽ നമ്മൾ സ്വർഗീയമായ DNA ഉള്ളവരാണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വഭാവം മാറണം, നമ്മുടെ വ്യക്തിത്വം മാറണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മളെ തന്നെ. എൻ്റെ സ്വഭാവം ദൈവിക സ്വഭാവത്തോട് അടുത്ത് വന്നിട്ടുണ്ടോ? എൻ്റെ സ്വഭാവം ഒരുവൻ കണ്ടാൽ യേശു ഈ ഭൂമിയിൽ ആയിരുന്ന പോലെ തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ തന്നെ ചെക്ക് ചെയ്യാനുള്ള സമയം കേട്ടോ നമുക്കിതെല്ലാം. എങ്ങനെ നമ്മളതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവം റിഫ്ലക്റ്റ് ചെയ്യുന്നവരായി തീരാന്ന്. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെ ആയിരുന്നു ജീവിച്ചത്, അതുപോലെ തേജസ്സുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയണം. ഓരോ വ്യക്തികൾക്കും ആ സ്വഭാവത്തെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായി കഴിയണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം നമ്മളതിൽ കാണും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അവിടെ ഇല്ലെങ്കിൽ അതൊരിക്കലും കാണാൻ പറ്റില്ല, ശരിയല്ലേ? യേശു നമ്മുടെ അകത്തുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു യേശു എന്നിൽ വസിക്കുന്നുവെന്ന്? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ യേശു ഉണ്ടെങ്കിൽ യേശുവിനെ കാണണ്ടേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അമൃത സിസ്റ്ററിൽ യേശു വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ മറ്റുള്ളവർ കാണണ്ടേ സഹോദരങ്ങളെ? നിങ്ങൾ ഓരോരുത്തരെ കേട്ടോ, അമ്മമാര്, സഹോദരങ്ങള്, എല്ലാവരോടും കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിൽ യേശു വസിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിനെ മറ്റുള്ളവർ കാണണം. ആ തേജസ്സിനെ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ കുറവ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടും ഞാൻ ദൈവിക സ്വഭാവം എനിക്ക് പ്രദർശിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല? ഹല്ലേലൂയ. ഒന്നാമത്തെ കുറവ് ഇതായിരിക്കും, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കുറവ്. ഒന്നാമത്തെ കാരണം അതായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് നിങ്ങൾ എത്രത്തോളം ചേർന്നിരിക്കുമോ അത്രത്തോളം ദൈവിക സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവും. ഹല്ലേലൂയ. ആ തേജസ് നിങ്ങളിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ എത്ര പേർ പറയുന്നുണ്ട്, എനിക്ക് ആ ദൈവീകമായ സ്വഭാവത്താൽ നിറയണം, എൻ്റെ ഉള്ളിൽ നിന്ന് യേശു വെളിപ്പെടണം? ഹല്ലേലൂയ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണേ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവീക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നു. ഹല്ലേലൂയ. മനസ്സിലാവുന്നോ? നമ്മുടെ ബൈബിളിനകത്ത് അത് വായിക്കുമ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് POC എന്ന് ഞാനത് വായിച്ചത് കേട്ടോ. അപ്പോൾ അതുള്ളവർ അത് നോക്കിയാലും മതി. നമ്മൾ വായിച്ചത് 1 പത്രോസ് ആണല്ലോ. ഒരിക്കൽ കൂടി ഞാൻ അതൊന്ന് വായിച്ചു തരാം. ഹല്ലേലൂയ. പത്രോസ് എഴുതിയ 2-ാം ലേഖനമാണല്ലേ നമ്മൾ വായിച്ചത്, 2-ാം ലേഖനം. അപ്പോൾ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്തായതുമായ വാഗ്ദത്വങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുന്നു. അവിടെ നിങ്ങൾ കണ്ടോ സഹോദരങ്ങളെ, എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അതൊക്കെ ബൈബിളിൽ വരച്ചിടണം കേട്ടോ. നമ്മൾ ആ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കൂട്ടാളികൾ എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട്നേഴ്സ് എന്നൊക്കെ നിങ്ങൾ പറയത്തില്ലേ? പാർട്ട്നേഴ്സ്, പാർട്ട്ണർഷിപ്പ് അങ്ങനെ പറയത്തില്ലേ നമ്മൾ? ഇതിന് ശരിക്കും അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? ആ ഒരു വാക്കിന് ഇവിടെ പാർട്ട്ണർഷിപ്പ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. ഗ്രീക്കിൽ മൂലഭാഷ എന്ന് പറയുന്ന ഗ്രീക്കാണ്. അവിടെ ഈ ഒരു വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. കൊയിനനോസ് എന്ന് പറയും. അത് ഇംഗ്ലീഷിലുള്ള വാക്കാണ് കേട്ടോ. എൻ്റെ സ്പെല്ലിംഗ് വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. KOINOS, കൊയിനനോസ്. KOINOS, കൊയിനനോസ് എന്നൊരു വാക്കാണ് ഗ്രീക്കിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാണ് നമ്മൾ മലയാളത്തിൽ കൂട്ടാളികൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മളതിനെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. പക്ഷേ കൊയിനനോസ് എന്ന വാക്കിന് ഒരർത്ഥമല്ല ഉള്ളത്, ഇത്രയും അർത്ഥങ്ങൾ അതിനുണ്ട്.
നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ അർത്ഥം ടു പാർട്ടിസിപ്പേറ്റ് ആസ് എ പാർട്ട്ണർ. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, ഭാര്യയും ഭർത്താവും ഒരുപോലെ പാർട്ട്നേഴ്സ് ആണെന്ന് നമ്മൾ പറയത്തില്ലേ. ഹല്ലേലൂയ. ഒരു ജീവിത പങ്കാളികളാണ്. ശരിയാണോ? അപ്പം അതുപോലെ ഒരു പങ്കാളിയായിരിക്കുക. രണ്ടാമത്തെ അർത്ഥം ടു പാർട്ടേക്ക് ഓഫ്, ടു ബി എ കമ്പാനിയൻ വിത്ത്. ഹല്ലേലൂയ. അടുത്ത മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് ദ ഡിവൈൻ നേച്ചർ. ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ, ആ നേച്ചറുമായിട്ടുള്ള ഒരു കൂട്ടായ്മ. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ എപ്പോഴും കൂട്ടായ്മ എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏതൊക്കെ അർത്ഥത്തിലാണ് ആ കൂട്ടായ്മ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു വാക്കിന്, ഈ പങ്കാളികളാവുക എന്നുള്ളൊരു വാക്കിന് വലിയൊരു അർത്ഥമുള്ളത്. ഹല്ലേലൂയ. നമ്മൾ ദൈവവുമായിട്ടൊരു പാർട്ട്ണർഷിപ്പിലാണെന്നാണ് പറയുന്നത്. എന്തിൻ്റെ പാർട്ട്ണർഷിപ്പാ? ഡിവൈൻ നേച്ചർ. ദൈവത്തിൻ്റെ ഡിവൈൻ നേച്ചറുമായിട്ടൊരു പാർട്ട്ണർഷിപ്പിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ ദൈവിക സ്വഭാവവുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ്. ശരിയാണോ? ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നേച്ചർ നമ്മളിൽ വരാൻ പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് നമ്മുടേതായ ഒരു സ്വഭാവം ഉണ്ടല്ലേ, എല്ലാവർക്കും ഉണ്ട്. ശരിയാണല്ലോ? അപ്പോൾ അതല്ല നമ്മിൽ വെളിപ്പെടേണ്ടത്. നാം ശരിക്കും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ദൈവിക സ്വഭാവം നമ്മിൽ വെളിപ്പെടുന്നു, ദൈവിക തേജസ് നമ്മിൽ വെളിപ്പെടുന്നു, ദൈവിക ശക്തി നമ്മളിൽ വെളിപ്പെടുന്നു, ദൈവിക പരിജ്ഞാനം നമ്മളിൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. എല്ലാത്തിലും ഒരു പാർട്ട്ണർഷിപ്പ് നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ ഇനി നമ്മൾ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അകമേ പരിശുദ്ധാത്മാവ് ഉണ്ട്, ആ ദൈവിക സ്വഭാവം നിങ്ങളിലുണ്ട്. പക്ഷേ നമ്മളിൽ നിന്ന് അത് പ്രതിഫലിക്കണം, പുറത്തേക്ക് വരണം. ശരിയല്ലേ ഞാൻ പറയുന്നത്? അത് പുറത്തേക്ക് വരണം. നമ്മുടെ റൂമിലൊക്കെ ബൾബുണ്ടല്ലേ, നമുക്കറിയാം. അത് നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ അത് കത്തും, നല്ല പ്രകാശമായിരിക്കും. എന്നാൽ നിങ്ങളൊരു കുറച്ച് ഡാർക്ക് കളർ പേപ്പർ എടുത്തിട്ട് അതിനെ കവർ ചെയ്ത് വെക്കണം, ബ്ലാക്ക്. എന്നിട്ട് സ്വിച്ച് ഇട്ട് നോക്കണം, എന്തേലും വരുമോ? പ്രകാശം പുറത്തു വരുമോ? കത്തുന്നുണ്ടെന്നേ. കത്തുന്നില്ലെന്ന് ആര് പറഞ്ഞു? കത്തുന്നുണ്ട്, പക്ഷേ പ്രകാശം വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? എന്തോ അതിനെ കവർ ചെയ്തിരിക്കുക. ശരിയല്ലേ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ട് ദൈവികമായ തേജസ് നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും പുറത്തു വരുന്നില്ല എങ്കിലും നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മിൽ നിന്ന് പുറത്തു വരുന്നില്ലെങ്കിൽ എന്തോ ഒരു കവറിങ് അതിൽ കിടക്കുക. അതിനെ നമ്മൾ ഈ നാളുകളിൽ മാറ്റണം. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് എൻ്റെ ജീവിതത്തിലുള്ള ആ തടസ്സം? അങ്ങിൽ നിന്ന് ഒഴുകാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ നദി എന്നിൽ നിന്ന് ഒഴുകാനായിട്ടുള്ള ആ തടസ്സം എന്താണ്? അത് എന്നിൽ നിന്ന് മാറണം. ദൈവികമായ ആ ഒരു ട്രൂ നേച്ചറിൻ്റെ പാർട്ട്ണർഷിപ്പ് ഞാനുമായിട്ട് ദൈവം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിലാണ് നമ്മളുള്ളത്. ചില ബിസിനസ്സിലൊക്കെ പാർട്ട്നേഴ്സ് കാണും അല്ലേ? അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ലാഭവിഹിതം എടുക്കുക, കൂടെ നിൽക്കുക, കാര്യങ്ങൾ ചെയ്യുക എല്ലാം. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൻ്റെ പാർട്ട്ണർഷിപ്പിലാണ് നമ്മൾ. അതിൻ്റെ പങ്കുകാരാണ്, അതിൻ്റെ കൂട്ടാളികളാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മിലൂടെ ഒഴുകേണ്ടത് ദൈവീകമായ സ്വഭാവമായിരിക്കണം. എത്ര പേർ പറയുന്നു? ശരിയാണെന്ന് എത്ര പേർ പറയുന്നു? ഇതുവരെ അത് ഒഴുകിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് അതിനെ ഒന്ന് തുറന്നു വിടാനായിട്ട് പോവാണ്. ഹല്ലേലൂയ. അതിനെന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ നമ്മിൽ നിന്ന് അത് മാറട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ആ വാക്യം നമ്മൾ കുറച്ചൊന്ന് പഠിക്കാനേ പറ്റുള്ളൂ. നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ അതിന് ആഴമായിട്ട് പഠിക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു വചനം പറയണമെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ വേണ്ടി വരും. ഹല്ലേലൂയ. നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ഇപ്പോൾ വരികയാണ്. ഞങ്ങൾക്ക് വചനത്തിലൂടെ അങ്ങ് വലിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തന്നതിനായി നന്ദി പറയുന്നു. ഇതിലായിരിക്കുന്ന ഓരോ വ്യക്തികൾ ഞങ്ങൾ ആ ട്രൂ നേച്ചറിനെ വഹിക്കുന്ന വ്യക്തികളാണെന്ന് അങ്ങ് മനസ്സിലാക്കി തന്നതിനായി നന്ദി. ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നേച്ചർ, ഹിഡൻ നേച്ചർ ഈ നാളുകളിൽ പുറത്തേക്ക് വരട്ടെ അപ്പാ, പുറത്തേക്ക് വരട്ടെ അപ്പാ, പുറത്തേക്ക് വരട്ടെ അപ്പാ. ഹല്ലേലൂയ. അതിനുള്ള എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൂമിലായിരിക്കുന്ന ഓരോ വ്യക്തികൾ, യൂട്യൂബിൽ എന്നെ കാണുന്ന ഓരോ വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തടസ്സങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി
ദൈവത്തിൻ്റെ ആ ട്രൂ നേച്ചർ റിഫ്ലക്റ്റ് ചെയ്യുന്നവരായിട്ട്, ദൈവിക സ്വഭാവത്തെ പ്രദർശിപ്പിക്കുന്നവരായിട്ട് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളും തീരാനായി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എൻ്റെ ദൈവം എടുത്തു മാറ്റണം. ആത്മീയമായ തടസ്സങ്ങൾ, രോഗം കൊണ്ട് പിശാചിടുന്ന തടസ്സങ്ങൾ, മനസ്സിനെ ബുദ്ധിമുട്ടിച്ച് പിശാചിടുന്ന തടസ്സങ്ങൾ, മാനസിക മണ്ഡലത്തെ തകർത്തു കളഞ്ഞുകൊണ്ട് പിശാചിടാൻ ശ്രമിക്കുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. ദ നെയിം ഓഫ് ജീസസ്. അങ്ങ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് പ്രിയ മക്കൾ വളർന്നു വരട്ടെ കർത്താവേ, വളർന്നു വരട്ടെ. ഒരു സീഡായി അവരുടെ ഉള്ളിൽ വീണിരിക്കുന്ന ചിലത് വളരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ദൈവിക സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നവരായി ഓരോ മക്കളും മാറട്ടെ, ഓരോ മക്കളും മാറട്ടെ കർത്താവേ. മറ്റുള്ളവർ അവരെ കാണുമ്പോൾ യേശുവിനെ കാണുന്നത് പോലെ ഹല്ലേലൂയ ദൈവിക ശക്തി പ്രവഹിക്കുന്നവരായി ഓരോ മക്കളും തീരാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ബലത്താൽ ഇപ്പോൾ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അവരവരുടെ കുടുംബങ്ങളിൽ, ദേശത്തിൽ, സമൂഹത്തിൽ ആയിരിക്കുന്നിടത്ത് ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. അവരുടെ സാഹചര്യങ്ങളെ ദൈവം അറിയുന്നല്ലോ, കുറവുകളെ ദൈവം അറിയുന്നല്ലോ, ബലഹീനതകളെ ദൈവം അറിയുന്നല്ലോ. എല്ലാം ദൈവം പരിഹരിച്ച് ഈ നാളുകൾ പ്രിയ മക്കളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. Thank you, Jesus. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, പൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, പൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ പോലെ വേറാരുമില്ലയേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, പൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ